ക്ഷമ, അത് ജീവിതത്തിൽ അറിഞ്ഞും അനുഭവിച്ചും കൊടുത്തും കൊണ്ടും നേടിയെടുക്കേണ്ട ഒരു സിദ്ധിയാണ് അല്ലെ? അപ്പോൾ ഏവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ ശ്രീസ്. ഇന്ന് നമുക്ക് കാർത്തിക നക്ഷത്രത്തിന്റെ വ്യാഴമാറ്റ ഫലം എന്താണെന്ന് നോക്കാം അല്ലെ? കാർത്തികക്കാർക്ക് പൊതുവില് കുറെ നാളുകളായി കഷ്ടപ്പാടുകളും അലച്ചിലും ധനനഷ്ടം, മാനഹാനി, അപമാനം ഒക്കെ അനുഭവിച്ചു പോകുന്നവർക്ക് പൊതുവിൽ ഒരു നല്ല സമയമാണ് വരാൻ പോകുന്നത്. മാനസികമായിട്ടൊക്കെ ഒന്നും കൂടി ഒരു ബോൾഡ് ആവും. അതുപോലെ തന്നെ ജീവിതത്തിൽ കുറച്ചും കൂടി സക്സസ് ഒക്കെ നേടിയെടുക്കാൻ പറ്റും. ബിസിനസ്സിലൊക്കെ ഉള്ളവർക്ക് അതിനൊക്കെയുള്ള ഫോർമുലകളൊക്കെ കിട്ടിയിട്ട് അതിലൊക്കെ ജീവിതത്തിൽ കുറച്ചും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കയറാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ വിട്ടുമാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സ്നേഹത്തിൽ തിരിച്ചു വരാനും, അതുപോലെ തന്നെ മാനസികമായിട്ടൊക്കെ നമ്മളോട് അകലം പാലിച്ചവരൊക്കെ അടുക്കാനും ഒക്കെയുള്ള ഒരു യോഗം ഈ 2024 വ്യാഴമാറ്റത്തോടു കൂടി ഉണ്ടാവും. അതിലെല്ലാം ഉപരി നിങ്ങളുടെ മനസ്സിനുണ്ടായിരുന്ന ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വിഷമം അല്ല സങ്കടമൊക്കെ ഒന്ന് മാറി നിങ്ങളൊരു മനസന്തോഷത്തിലേക്കൊക്കെ വരുന്ന സമയമാണ്. എന്നിരിക്കലും രോഗാവസ്ഥയിലൊക്കെ ഉള്ളവർക്ക് രോഗം മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകം കരുതൽ ആവശ്യമാണ്. വിദേശത്തേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവര് ധനമൊക്കെ കൈകാര്യം ചെയ്ത് മറ്റാർക്കെങ്കിലും കൊടുക്കുമ്പോൾ അത് വളരെ കെയറിങ്ങോടുകൂടി സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് വേണം കേട്ടോ അത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് സങ്കടങ്ങളൊക്കെ അതുണ്ടാക്കി തരും. പിന്നെ ധനമൊക്കെ മനസ്സറിഞ്ഞ് കൊടുക്കുമ്പോൾ അത് തിരികെ കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ ഉണ്ടോന്നും കൂടി ഒന്ന് ചിന്തിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം നമ്മളൊരു വ്യക്തിക്ക് പൈസ കൊടുത്തു, ആ വ്യക്തിക്ക് അത് തിരികെ തരുന്നതിനുള്ള ഒരു ഇതുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഒരു വശം ഉണ്ടോ എന്നറിയാതെ വെറുതെ സൗഹൃദത്തിന്റെ പേരിലൊന്നും പൈസ എടുത്ത് കൊടുത്തിട്ട് പിന്നീട് അത് ഓർത്ത് മനക്ലേശപ്പെടാനുള്ള ഒരവസ്ഥ ഉണ്ടാവരുത്. അല്ലെങ്കിൽ അത് ദാനം കൊടുത്ത പോലെ കൊടുത്തേക്കുക, പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതായിരിക്കും നിങ്ങളുടെ മനസ്സമാധാനത്തിന് എപ്പോഴും ഉത്തമമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് തൊഴിലിലൊക്കെ ഉയർച്ചകളൊക്കെ ഉണ്ടാവാൻ പറ്റും. സ്ഥലം മാറ്റങ്ങള് ജോലിയിൽ ഒക്കെ ഉണ്ടാവും. എന്നാൽ ചിലർക്ക് ഒരു അസ്ഥിരത അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജോലിക്ക് ഒരു സ്ഥിരമില്ലായ്മ, അല്ലെങ്കിൽ കുറച്ച് താൽക്കാലികമായിട്ടൊക്കെ ഉള്ള ഒരു ജോലികൾ കിട്ടുക, അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. അതെല്ലാം ശ്രമിച്ചാൽ മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാനും നല്ല നല്ല ജോലിയിൽ എത്തപ്പെടാനും അല്ലെ വിദേശങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ കാർത്തിക നക്ഷത്രക്കാർ വ്യാഴമാറ്റത്തിൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുടുംബ ഐക്യം ഉണ്ടാവാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ടും വളരെയധികം കെയറിങ്ങും വേണ്ടതായിട്ട് കാണുന്നുണ്ട്. കാരണം പെട്ടെന്നുള്ള ദേഷ്യം, എടുത്തുചാട്ടം, അല്ലെങ്കിൽ ആരെയും വകവയ്ക്കാത്ത സ്വഭാവം കൊണ്ടൊക്കെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈ വർഷം, കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ട് അത് അയ്യോ എന്താ ചെയ്യാ, നമ്മൾ പെട്ടുപോയി, കഷ്ടപ്പെട്ടു പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. കുടുംബത്തെ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനും ഒന്നിച്ച് ചേർത്ത് നിർത്താനും അതുപോലെ നമ്മുടെ കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താനും നന്നായിട്ട് പരിശ്രമിക്കേണ്ടതായിട്ട് വരും. അതുപോലെ നമുക്ക് വിദ്യാർത്ഥികളൊക്കെ വിദ്യയിൽ വിജയിക്കുന്നതിനുള്ള സമയം ഉത്സാഹിച്ചാൽ നടക്കുന്നതാണ്. അതുപോലെ മത്സര പരീക്ഷകളൊക്കെ വിജയം ഉണ്ടാവും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് നടക്കും. ഭൂമി ലാഭം, വസ്ത്രലാഭം, ധനലാഭം ഒക്കെ ഉണ്ടാവും. വീട് വാങ്ങുന്നതിനും വണ്ടി വാങ്ങുന്നതിനും ഒക്കെ ശ്രമിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ ബിസിനസ് മേഖലയിലുള്ളവർക്കൊക്കെ അതിന് കുറച്ചും കൂടി സക്സസ് ആയിട്ട് പുതിയ പുതിയ ഡെവലപ്മെന്റോട് കൂടി നമ്മുടെ ബിസിനസ്സിനെ കുറച്ചും കൂടി സക്സസ് ആക്കി അതിനെ വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കുന്ന വർഷമാണ്. അതുപോലെ മാനസികമായിട്ട് തന്നെ നമുക്കൊരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമൊക്കെ കടന്നു വരുന്നതാണ് ഈ 2024. ഇങ്ങനെയാണെങ്കിലും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രാത്രി യാത്രകളും അല്ലെങ്കിൽ എന്താ പറയാ ഒരുപാട് ഉയരങ്ങളിലേക്കൊക്കെ കയറാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. അതായത്
പാറക്കെട്ടുകള്, മരങ്ങള്, ഇതിലൊക്കെ നമ്മൾ കയറുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ്, വളരെ കെയറിങ് ആവശ്യമുണ്ട്. അതുപോലെ രാത്രി സമയങ്ങളിലൊക്കെ വാഹനം ഓടിക്കുന്നവർ പെട്ടെന്ന് വീട്ടിലെത്തുന്നതിന് വേണ്ടി ഓവർ സ്പീഡിലൊന്നും വാഹനം ഓടിക്കരുത്, വളരെ കെയറിങ്ങോട് കൂടി ചെയ്യണം. അപ്പൊ പൊതുവില് പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും നെഗറ്റീവും പോസിറ്റീവും തുല്യ അനുപാതത്തിലായിരിക്കും നിൽക്കുക, അല്ലെ? അത് ഏതൊരു കാര്യവും അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കെയറിങ് ഉണ്ടാവണം. നമുക്ക് ലൈഫിൽ ഇനിയോ വ്യാഴം എനിക്ക് കുഴപ്പമില്ല, നല്ലതാണെന്ന് പറഞ്ഞ് വ്യാഴം മാത്രമേ മാറണുള്ളൂ, നമ്മൾ മാറണില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വഭാവവും കയ്യിലിരിപ്പും അനുസരിച്ചിരിക്കും നമ്മുടെ ഈ വ്യാഴമാറ്റത്തിന്റെ റിസൾട്ട്. അതാണ് മൂല കാരണം. ഞാൻ ഏത് നക്ഷത്രം പറഞ്ഞാലും, ഏത് രാശി പറഞ്ഞാലും, ഏത് കൂറ് പറഞ്ഞാലും ഞാൻ പറയുന്നു, നക്ഷത്രവും വ്യാഴവും ശനിയും വിഷുഫലവും ഒക്കെയാണ് മാറ്റം ഉണ്ടാവുന്നത്. ആഴ്ചകളും ദിവസങ്ങളും മാസങ്ങളും ഒക്കെ മാറും, വർഷങ്ങളും മാറും. പക്ഷെ നിങ്ങൾ മാറിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലെ ജീവിതത്തില് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ പൊതുഫലം ഇവിടെ ഇരുന്ന് പറഞ്ഞപ്പോൾ മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതാവരുത്, എന്താണ് ഒരു മാറ്റവും വരാത്തതെന്ന്. നിങ്ങൾ മാറണം. അപ്പൊ നമ്മളൊരു ജോലിക്ക് പോവാതെ വീട്ടിലിരുന്നിട്ട് എനിക്കൊരു മാറ്റം ഇല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫില് നമുക്ക് സക്സസ് ആവണം എന്നുള്ളത് കൃത്യമായ ഗോൾ സെറ്റ് ചെയ്ത് കൃത്യമായ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് ട്രൈ ചെയ്താൽ ഏത് നക്ഷത്രക്കാർക്കും വിജയിക്കാം. അതിനൊരു നക്ഷത്രക്കാരും പുറകോട്ടല്ല, എല്ലാവർക്കും വിജയിക്കാം. കാർത്തിക നക്ഷത്രക്കാർക്കും വിജയിക്കാം. അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.